ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്നും ഇളകി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ ചില സമയത്തൊക്കെ നമ്മൾ ഡിസ്പ്ലേയിങ് ഇതുപോലെ ഫ്രെയിമിൽ നിന്നും ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. ഇതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ മൊബൈൽ ഫോണിൻ്റെ കാലപ്പഴക്കം കൊണ്ട് ഇതുപോലെ ഫ്രെയിമിൽ നിന്നും ഡിസ്പ്ലേ ഇളകി വരാം. നമ്മൾ ഈ ഡിസ്പ്ലേ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യുന്നത് ഒരു ഗം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഗം ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്നും ഇളകി വരാം. മാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തറയിലേക്ക് വീഴുകയാണെങ്കിലും ഇതുപോലെ ചിലപ്പോൾ ഫ്രെയിമിൽ നിന്നും ഡിസ്പ്ലേ ഇളകി വന്നേക്കാം. മാത്രമല്ല നമ്മൾ ഒരുപാട് ഗെയിമൊക്കെ കളിക്കുന്നതാണെങ്കിലും അല്ല വീഡിയോസ് സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഫോൺ ഹീറ്റ് ആവുകയാണെങ്കിൽ ഇതുപോലെ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് ഇളകി വരാം. ഇതുപോലെ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് ഇളകി വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയതിന് ശേഷം ഡിസ്പ്ലേ മൊത്തമായിട്ട് അയച്ചതിന് ശേഷം ഫുള്ളായി ക്ലീൻ ചെയ്ത് പഴയ ഗമ്മൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ പുതിയ ഇതുപോലൊരു ഗം ഇട്ടതിന് ശേഷം റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഇൻസുലേഷനോ വെച്ച് ഫിക്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മൾ ഈ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അത് ആ സമയത്ത് ശ്രദ്ധിക്കാതെ നമ്മുടെ പിന്നീട് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ നിലത്ത് വീഴുകയാണെങ്കിൽ ഡിസ്പ്ലേ ഫുള്ളായിട്ട് ഡാമേജ് ആവുമോ അല്ലെങ്കിൽ ഡിസ്പ്ലേ സ്ട്രിപ്പ് കട്ടാവുകയോ ചെയ്യും. ഈ സമയത്ത് നമ്മൾ മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ മുഴുവനായിട്ടും ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് വിളകുന്നുണ്ടോ നോക്കാൻ വേണ്ടി നമുക്ക് ഫോൺ ഇതുപോലെ പിടിച്ചതിന് ശേഷം ചുറ്റുഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫ്രെയിമിൽ കൂടെ ഏതെങ്കിലും ഭാഗത്തൂടെ ലൈറ്റ് പുറത്തേക്ക് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇളകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ ഇളകിയതാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം ജസ്റ്റ് കുറച്ച് സമയത്തേക്ക് വേണ്ടി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇൻസുലേഷൻ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുകയോ ചെയ്തതിന് ശേഷം ഒരു മൊബൈൽ ഷോപ്പിൽ കൊടുക്കേണ്ടതാണ്. നമുക്ക് 2-3 ദിവസത്തേക്ക് ഒരു മൊബൈൽ ഷോപ്പിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ഒരു 2 ദിവസം കൊണ്ട് മൊബൈൽ ഷോപ്പിൽ പോയി ഈ ഒരു സർവീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫെവിക്കോളോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് സൈഡിൽ മാത്രം കുറച്ച് ഗമ്മിട്ടതിന് ശേഷം കൂടുതലിട്ടാണെങ്കിൽ ഡിസ്പ്ലേ ഡാമേജ് ആവും. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് മാത്രം ഇട്ട് കൊടുത്തതിന് ശേഷം 2 ദിവസം ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൊബൈൽ ഷോപ്പിൽ പോയതിന് ശേഷം ഇത് പഴയതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അവർ പുതിയ ഗമ്മിട്ടുകൊണ്ട് ഡിസ്പ്ലേ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഇന്ന് പല ആൾക്കാരും നമ്മുടെ ഡിസ്പ്ലേ ഇതുപോലെ ഫ്രെയിമിൽ നിന്ന് ഇളകിക്കഴിഞ്ഞാൽ ആ സമയത്തൊന്നും ചെയ്യാതെ നമ്മൾ ഡിസ്പ്ലേ ഫുള്ളായിട്ട് കട്ടായതിന് ശേഷം മാത്രം ഒരു ഷോപ്പിലേക്ക് വരുന്നൊരു അവസ്ഥ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഇങ്ങനെ ഇളകിപ്പോയി എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അപ്പോൾ തന്നെ ജസ്റ്റ് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇടുകയോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ടെക്നീഷ്യൻ എടുത്ത് പോയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഗമ്മിട്ടുകൊണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പറയാം. താങ്ക് യു. സപ്പോർട്ട് ചെയ്യാം.